ഏപ്രിൽ മാസത്തിൽ ഇസ്ലാഹി മാസിക, അതിന്റെ 42-ാമത്തെ പേജ്. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തളഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാല ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത് തേടുകയല്ല, ആ സഹായാർത്ഥന ശിർക്കുമല്ല. യാ ഇബാദല്ലാഹ് അഈനുനി എന്ന് പറയുന്ന ഹദീസുമായി ബന്ധപ്പെടുത്തിയ പരാമർശമാണ് മൂപ്പര് പറഞ്ഞത്, അല്ലേ? ജിന്നുമായി ബന്ധപ്പെടുന്ന ഏതെങ്കിലും ഒരു തരത്തിൽ സഹായാഭ്യർത്ഥന നടത്തിയാൽ അത് ശിർക്കുമല്ല എന്ന വാദം. ശരി, ജിന്നുമായി ബന്ധപ്പെടുത്തി മനുഷ്യൻ നടത്തുന്ന ഒരു വിഷയമാണല്ലോ ഈ പറയണത്. അതിൻ്റെ ശരി തെറ്റുകൾ ധാരാളമായി വിശദീകരിച്ചിട്ടുള്ളതാണ്. ജിന്നുമായി മനുഷ്യൻ നടത്തുന്ന ഒരു ബന്ധവുമായി ഒരു കാര്യമാണ് ഇവിടെ ഇദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത്, അല്ലേ? ആണ്. ആ കാര്യം അതേ മനുഷ്യൻ തന്നെ ഇപ്പുറത്ത് പറയുന്നത് മനുഷ്യനും ജിന്നും തമ്മിൽ ബന്ധപ്പെടുന്ന ഒരു കാര്യമില്ല എന്നുള്ളതാണ്. അതും കേട്ടോളി. ജിന്നുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇടപഴകാൻ ഒരവസരവും ഇല്ല, അത് എവിടെയുമില്ല. ജീവിതത്തിൽ ഒരു രംഗത്തും ജിന്നുകളുമായി ഇടപഴകാനോ അവരുമായി ബന്ധപ്പെടാനോ അവരുമായി ഏതെങ്കിലും നിലക്കുള്ള ഇടപാടുകൾ നടത്തുവാനോ സഹായങ്ങൾ ചോദിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ഒന്നും എവിടെയും ഒരു ചാൻസ് നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടില്ല. നിങ്ങൾ മലയാളം തന്നെയല്ലേ കേൾക്കണേ? ഇതിന് പരിണാമം എന്നല്ലേ പറയാ, ഇതിന് മാറ്റം എന്നല്ലേ പറയാ? ജിന്നുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ നടത്തുന്ന സഹായാഭ്യർത്ഥന ശിർക്കല്ല എന്ന് പറഞ്ഞ അതേ മനുഷ്യൻ ജബ്ബാർ മൗലവിയുടെ അഭിപ്രായത്തെ കോട്ട് ചെയ്തുകൊണ്ടുള്ള പുസ്തകത്തെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞ അതേ ഫൈസൽ മുസ്ലിയാർ പരപ്പനങ്ങാടിയിലെത്തിയപ്പോൾ ഒരു തവണ പറയുന്നു, മനുഷ്യനുമായി ബന്ധപ്പെടുന്ന ഒരു തരത്തിലുള്ള കണക്ഷനും ജിന്നുമായി ബന്ധപ്പെട്ട് ഇല്ല എന്നത്. ഇതിന് മാറ്റം എന്നും രൂപപരിണാമം എന്നുമാണ് പറയുന്നത്, ആശയപരിണാമം എന്നുമാണ് പറയുന്നത്.